ഹലോ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ജപ്പാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ ഒരു പ്ലാനിങ് ഫേസ് മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. മുമ്പത്തെ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ നമ്മളിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കയറി കണ്ടേക്ക്. പിന്നെ എല്ലാവരും ചോദിച്ചു, നമുക്ക് കുറെ പേരുടെ റീൽസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ഫ്ലൈറ്റ് കയറാൻ പോകുന്ന 4 hours മുമ്പാണ് നമുക്ക് വിസ കിട്ടിയത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഏത് ടൈം ലൈനിലാണ് നമ്മൾ വിസ അപ്പോയിൻമെന്റ് എടുക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മളത് അന്വേഷിച്ചപ്പോൾ ഒരു 90 days ഒരു ടൈം ഫ്രെയിമിനകത്ത് നമ്മൾ ഈ വിസയുടെ അപ്പോയിൻമെന്റ് എടുക്കാനതും ഈവൻ ഇഫ് നമുക്ക് അതൊരു 7 daysലോ 12 daysലോ നമുക്ക് വിസ തിരിച്ച് കിട്ടുമെങ്കിലും നമ്മൾ നേരത്തെ എടുത്തു വെക്കേണ്ടത് നല്ലത്. നമ്മള് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത ഡേറ്റ്സിലായിരിക്കും നമുക്ക് വിസ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞങ്ങള് മാർച്ചിൽ പോകാൻ വേണ്ടിയിട്ട് മാർച്ച് ഫസ്റ്റ് വീക്കിന്റെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ജാനിലാണ് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തത് പോവാനായിട്ട് 90 days ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ. പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? എനിക്ക് ഈ ഒരു സംഭവത്തിൽ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ VFS ഗ്ലോബലിന്റെ ഒരു സൈറ്റ് ഉണ്ട്. നമുക്ക് അതിനകത്ത് തന്നെ ഡോക്യുമെന്റ്സും ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഒരു സംഭവം ഒരു പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ഫോട്ടോഗ്രാഫ്, അവർ പറഞ്ഞൊരു ഡയമെൻഷനിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒറിജിനൽ പാസ്പോർട്ട് നമ്മൾ കൊണ്ടുപോകണം ഒബ്വിയസ്ലി. പിന്നെ അതിലൊരു കവർ ലെറ്റർ, NOC, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ ഒരു NOC, ഇപ്പോൾ GST സർട്ടിഫിക്കറ്റോ GST ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ വേണ്ടത്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തത്, ഫുൾ നമ്മുടെ ഒരു ബേസ്, നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, പക്ഷെ ഒരു ഐറ്റിനറി വേണം, ഡേ ബൈ ഡേ ഐറ്റിനറി. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ഇൻ കേസ് ഞങ്ങളുടെ ഒരു കേസ് ആണെങ്കിൽ നമ്മളൊരു ഓവർനൈറ്റ് ബസ് ബുക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു ബസ് ബുക്ക് ചെയ്ത് വരെ അവർ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. ലൈക്ക് ഇന്ന ദിവസം നിങ്ങളുടെ സ്റ്റേ ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ഞങ്ങളോട് ചെയ്യും. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഓവർനൈറ്റ് ബസ്സാണ് നമുക്കന്ന്. അപ്പൊ അവര് ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനത്തെ കുറെ ഡോക്യുമെന്റ്സ്, ഒരു 10-15 ഡോക്യുമെന്റ്സോളം ഉണ്ട് ആ ലിസ്റ്റിൽ. അപ്പൊ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കി പ്രിപ്പയർ ചെയ്ത് പോകണം. അപ്പോൾ ഇതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ കവർ ലെറ്റർ പറഞ്ഞില്ലേ, കവർ ലെറ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ ഈ ചെക്ക് ലിസ്റ്റിന്റെ ഒപ്പം ഈ ഒരു കവർ ലെറ്ററിന്റെ ഒരു ടെംപ്ലേറ്റും കൂടെ ലിങ്ക് ചെയ്തേക്കാം. എല്ലാവരും പറയുന്ന പോലെ തന്നെ 7 to 12 days ആണ് നമുക്കത് കിട്ടാൻ. അത് സൈറ്റിൽ നമുക്ക് അത് തന്നെയാണ് മെൻഷൻ ചെയ്തേക്കണത്. 7 to 12 daysനകത്ത് നമുക്ക് വിസ കിട്ടുന്നു. പക്ഷെ നമ്മളൊരു കുറച്ച് ഡേയ്സും കൂടെ കാണണം. കാരണം 7 days അവർ പറയുന്നത് ബിസിനസ് ഡേയ്സ് ആണ്. ഇൻ കേസ് അതിൻ്റെ പബ്ലിക് ഹോളിഡേയോ വീക്കെൻഡ്സോ വരാണെങ്കിൽ അത് കൂട്ടില്ല ഒബ്വിയസ്ലി. പിന്നെ ഇൻ കേസ് ഒരു താമസം വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡേയ്സും കൂടെ നമ്മൾ ബഫർ വെച്ചിട്ട് വേണം നമ്മളത് കൊടുക്കാൻ, എന്തായാലും ഒരു അപ്പോയിൻമെന്റിന് കൊടുക്കാനായിട്ട്. നമ്മൾ എവിടെയാണ് ബുക്ക് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് ഏത് സൈറ്റാണ് നമ്മളിതിന് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ജപ്പാൻ വിസയ്ക്ക് എടുക്കാൻ വേണ്ടി VFS ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അവർ ഫുൾ നമ്മുടെ ജേർണി എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യണം, അടുത്തടുത്ത സ്റ്റെപ്സിന് എന്നുള്ള രീതിയിൽ എല്ലാം നമുക്ക് ജസ്റ്റ് ഒരു അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാൻ മാത്രമേ അതിൻ്റെ അകത്ത് പറ്റുള്ളൂ. പിന്നെ അതിൽ ചെക്ക് ലിസ്റ്റോ അതിൻ്റെ ഇൻഫർമേഷൻ എന്തെങ്കിലും ഗ്യാദർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് ആ സൈറ്റിൽ നിന്ന് പറ്റും. അപ്പോൾ ആ ഒരു സൈറ്റിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ VFS ഗ്ലോബലിന്റെ സൈറ്റ്. ഇവിടെ നമുക്ക് അപ്ലൈ ഫോർ വിസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് തീർക്കുന്നുണ്ട്. നമ്മൾ ഏത് വിസ ചൂസ് ചെയ്യണം, എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം, ബുക്ക് ആൻ അപ്പോയിൻമെന്റ്, അതുപോലെ തന്നെ വിസ ആപ്ലിക്കേഷൻ ഉണ്ട്, ട്രാക്കർ ആപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് പാസ്പോർട്ട് കളക്ട് ചെയ്യുന്നത്, എല്ലാം ഇവർ വിശദമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിത് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാൻ. ഇവിടെ സ്റ്റാർട്ട് ബുക്കിംഗ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ, ഇപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തത് ബാംഗ്ലൂരാണ്.
പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി, ഇതിപ്പോൾ ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഈ സെലക്ട് ദി പേയ്മെൻറ്റ് മോഡ് എന്നുള്ളത് നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് അവിടെ ചെന്നിട്ട് പേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഓട്ടോ സെലക്റ്റഡ് ആണ്. പിന്നെ നമുക്കിവിടെ 2 ഏർലിയസ്റ്റ് അവൈലബിൾ സ്ലോട്ട്സ് അവർ കാണിക്കുന്നത്, ഒരു ആപ്ലിക്കൻറ്റിനും 2, 3 അപ്ലിക്കൻസിനും ഉള്ളത്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് അപ്ലിക്കൻറ്റിൻ്റെ നെയിം, ലാസ്റ്റ് നെയിം, ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഫില്ല് ചെയ്യുക, പാസ്പോർട്ടിലുള്ള പോലെ ഫില്ല് ചെയ്യണം. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എക്സെട്ര ഫില്ല് ചെയ്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അപ്ലിക്കൻറ്റിന് ഇതുപോലെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് സമ്മറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ്സ്, നമ്മളിവിടെ സ്ലോട്ട് എടുക്കണം. അപ്പോൾ സ്ലോട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒന്നും അവൈലബിൾ അല്ല, 23rd മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ 23rd സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഏത് സ്ലോട്ടാണ്, ടൈമാണ് അവൈലബിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം, മോർണിംഗ് വേണോ, ആഫ്റ്റർനൂൺ വേണോ, ഈവനിങ് വേണോ. മോർണിംഗ് സെലക്ട് ചെയ്താൽ മോർണിംഗിൽ ആകെ 9 o'clock മാത്രമാണ് നമുക്ക് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതാ അവൈലബിൾ സ്ലോട്ട് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ചോദിക്കുന്നത് ഒരു പ്രീമിയം ലോഞ്ചിൻ്റെ ആക്സസ് വേണമെന്ന്. ഇതിനകത്ത് പ്രീമിയം ലോഞ്ചിൽ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ, എല്ലാ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാനും അങ്ങനെയൊക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കിവിടെ റിവ്യൂ ഉണ്ട് സ്ക്രീനാണ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ റിവ്യൂ ചെയ്തിട്ട് നമുക്കത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വിസ പ്രോസസ്സിന് എത്ര രൂപയാണ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ 3600 രൂപയാണ് നമുക്കിവിടെ പേ ചെയ്യേണ്ടി വന്നത്. പ്ലസ് VFS ഗ്ലോബലിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 400 രൂപ വെച്ചിട്ട് അവർ ഒരാൾക്ക് ചാർജ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടേഴ്സ് ഓൺ കോൾ സപ്പോർട്ടോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഒരു ചാർജ് അവരെടുക്കുന്നത്. അത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെല്ലാവരും പേ ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങളും കൊടുത്തു. അങ്ങനെ ടോട്ടൽ ഒരു 4400 to 600 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ അത് ആ ഒരു എമൗണ്ട് വന്നത് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ കൊറിയർ ചാർജസും കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ഇത് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൊറിയർ ചാർജസ് കൊടുക്കണ്ട. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന കുറച്ച് ദൂരം ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കൊറിയറും കൂടെ ചെയ്യണം. അപ്പം അതിൻ്റെ ചാർജസും കൂടെ നമ്മൾ ഇതിനകത്ത് എടുത്തു. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇപ്പം ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ VFSൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂരിലുള്ള നമ്മളുടെ അഡ്രസ് പ്രൂഫ് എന്തായാലും കാണിക്കണം. ഇപ്പോൾ എൻ്റെ പേരിലാണ് ഇവിടെ റെൻ്റൽ അഗ്രിമെൻ്റ് എങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ മാരീഡ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തായാലും കാണിച്ചിരിക്കണം, അല്ല അവരത് എടുത്ത് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഡിലേ വരും. അപ്പോൾ അതൊന്നാണെങ്കിൽ അവർ ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാനായിട്ട് അവർ 10 മിനിറ്റ് നമുക്ക് സമയം തരുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ അന്ന് ഫോണിൽ ഉണ്ടായതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റി. പിന്നെ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതില്ല, നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ, നിങ്ങളെല്ലാവരും വേറെ വേറെ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും, അല്ല ഒരുമിച്ച് ഒരു വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും റെൻ്റൽ അഗ്രിമെൻറ്റ് നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഷെയർഡ് റെൻ്റൽ അഗ്രിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലോക്കൽ അഡ്രസ് പ്രൂഫ് നിങ്ങൾക്ക് എന്തായാലും വേണം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് അത് കിട്ടില്ല. അല്ലെന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേറ്റീവിൽ നിന്ന് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. റെൻ്റൽ അഗ്രിമെന്റ് തന്നെ വേണമെന്ന് ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗ്യാസ് കണക്ഷനോ അല്ലെങ്കിൽ ഒരു വൈഫൈ എടുത്തതിന്റെ സംഭവമോ എന്തെങ്കിലും നമ്മളെ ഈ ഒരു ടെമ്പററി അഡ്രസ്സ് പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് വേണം. ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു അഡ്രസ് പ്രൂഫാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അവർ ചോദിച്ചത് മാരീഡ് ആണോ ഇല്ലയോ. മാരീഡ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഭാഗ്യത്തിന് നമുക്ക് അവിടെ ഒരു ഫോട്ടോ കോപ്പി എടുക്കുന്ന ഒരു സ്റ്റേഷൻ പോലെ അതിനകത്ത് തന്നെയുണ്ട്. ബട്ട് ഭയങ്കര പൈസയാണ്, 40 to 50 rupees കണ്ടാണ് ഒരു പേജ് എടുക്കണമെങ്കിൽ. അപ്പോൾ മാക്സിമം എല്ലാ സാധനവും നമ്മൾ എടുത്തിട്ട് പോവായിരിക്കും, പ്രിന്റ് എടുത്തിട്ട് പോകണമെന്നാണ് ഏറ്റവും നല്ലത്. പിന്നെ അവർക്ക് പ്രീമിയം സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. അതിന് എക്സ്ട്രാ അഡീഷണൽ എത്രയോ രൂപ നമ്മൾ കൊടുക്കണം, 1500 രൂപയോ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഒത്തിരി കോസ്റ്റ്ലി ആണ്. അതിനകത്തുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്യും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് അവിടെ സമയം എടുത്ത് നിന്ന് അതൊക്കെ ഗ്യാദർ ചെയ്ത് വീണ്ടും നമുക്ക് ആ ഒരു കൗണ്ടറിലേക്ക് ചെല്ലാൻ പറ്റും. നമ്മൾ തനിയാണ് ചെല്ലുന്നതെങ്കിൽ മാക്സിമം അവർ പുഷ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ തനിയാണ് ചെല്ലുന്നതെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഒക്കെ മിസ്സിംഗ് ആണെങ്കിൽ അവർ നേരെ വിട്ടോളം പറയും. കാരണം പിന്നെ ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് തിരിച്ചു വരാൻ പറയും. അത് നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്, വെറുതെ മെന്റൽ സ്ട്രെസ് ആണ്. പക്ഷെ ഞങ്ങളത് എടുത്തില്ല. നിങ്ങൾ ഈ പറയുന്ന ചെക്ക് ലിസ്റ്റും ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പ്രോപ്പർ പ്രിപ്പറേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ സർവീസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് വളരെ സ്മൂത്ത് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
പക്ഷെ നിങ്ങളിപ്പോ പോണത് ഒരു രണ്ട് കുട്ടികളുടെ കൂടെയാണ്, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരാള് ചിലപ്പോൾ കുറേ പേരുടെ ഡോക്യുമെന്റ്സ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു പ്രീമിയം സർവീസസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ 2 പേർക്കേ ഉള്ളൂ. നമുക്ക് ഒരുവിധം എല്ലാ ഡോക്യുമെന്റ്സും കയ്യിലുണ്ട്. എപ്പോഴും എടുത്ത് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നമ്മൾ പോയത്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യാഞ്ഞത്. ബട്ട് ഇതുപോലെ കിഡ്സ് ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആണെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ വിസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞങ്ങൾ എന്തായാലും അത് നോക്കിയിട്ട് റിപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇ സിം എടുക്കുന്ന ഒരു പരിപാടി ചെയ്തു. കാരണം അവിടെ ജപ്പാനിൽ ചെന്നിട്ട് നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് ഇവിടെ നിന്ന് പാക്കേജ് എടുത്തിട്ട് പോകുന്നത് ഭയങ്കര നഷ്ടമാണ്. അവിടെ ചെന്നിട്ട് അവരുടെ തന്നെ ഒരു സിം എടുക്കുന്നതാണ് എപ്പോഴും ലാഭം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഞങ്ങൾ ചെയ്തു. അതിനുശേഷം ഈ ഇമിഗ്രേഷൻ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇമിഗ്രേഷന് വേണ്ടിയിട്ട് അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് അവരുടെ തന്നെ ഒരു ഓൺലൈൻ പ്രോസസ്സ് ഉണ്ട്. അതും കൂടെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അപ്പോൾ ജപ്പാനിൽ എത്തുന്ന മുന്നേ ഞങ്ങൾ വേറെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.